ഹലോ കേസ് ആഫ്റ്റർ എ ലോങ് ടൈം ഞാനിതാ തിരിച്ചെത്തിയിരിക്കുന്ന കേസ് ഒരു ഭംഗിയുള്ള വീഡിയോയുമായിട്ട് മാത്രമല്ല ഖത്തറിലേക്ക് ജോലിക്ക് പോയ ഞാൻ വെറും 2 മാസം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുന്ന കേസ് ഏകദേശം പണിയും പൂർത്തിയാക്കി തീരുമാനമാക്കിയിട്ട് പോകുന്ന ഒരു വരവാണിത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ കാലക്കൊടിഞ്ഞ് ഒരു 2 മാസം പ്ലാസ്റ്ററൊക്കെ ഇട്ട് എൻ്റെ പ്ലാസ്റ്ററിൻ്റെ വർക്ക് ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റും കൂടി ഇല്ലാതെ ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു. ചെറുതായിട്ട് അവിടെ നിന്ന് വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ചെറുതായിട്ടാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഡോക്ടർക്ക് പറഞ്ഞു, മോളെ ഇത് ചെറുതായിട്ടല്ല നീ വീണത്, നീ വലിയതായിട്ടാണ് വീണിട്ടുള്ളത് എന്ന്. അങ്ങനെ തിരിച്ച് ഞാൻ നാട്ടിലോട്ട് തന്നെ പോന്നു. ഇവിടെ ഇപ്പോൾ MRI ഒക്കെ എടുത്തു പോലെ അത്യാവശ്യം പ്രശ്നമുണ്ട്, ചിലപ്പോൾ ഒരു ഓപ്പറേഷനും കൂടി വേണ്ടിയിരുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എ ബ്യൂട്ടിഫുൾ ഐഡിയ അല്ലേ. അങ്ങനെ എൻ്റെ ഖത്തർ ജീവിതം ഞാൻ ഏകദേശം അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ പരിപാടിനെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഈ പരിപാടികളൊക്കെ തന്നെ കേട്ടോ. പക്ഷേങ്കിൽ ഈ പരിപാടി ഞാൻ ചെയ്തത് ഖത്തറിൽ നിന്നാണ്. ഇതെൻ്റെ കസിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റായിട്ടാണ് ഈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മറ്റേ തെർമോക്കോളിൻ്റെ ഉണ്ടയില്ലേ, അത് എവിടെ നിന്ന് വാങ്ങാൻ എനിക്കറിയില്ല. ഞാൻ ചെന്നിട്ട് ആകെ 2 മാസമല്ലേ ആയുള്ളൂ. അപ്പോഴേക്ക് തിരിച്ചു വരേണ്ടി വന്നില്ല. അതുകൊണ്ട് ആ ഉണ്ട എവിടെ നിന്ന് വാങ്ങാൻ കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ കാർഡ്ബോർഡ് വെച്ചിട്ടൊരു പാത്രം അങ്ങോട്ട് ഉണ്ടാക്കി. അതത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. പണി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മറ്റേ സംഭവമില്ല, എന്താണ് വെള്ള കളറുള്ള സാധനം, ടിഷ്യൂ പേപ്പറും, അതിനൊരു അയ്യരുകൾ നടത്തിയിട്ടാണ് ഈ സംഭവം ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഡബിൾ ടാപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലുള്ള ഡബിൾ ടാപ്പിൻ്റെ പോലെ ഒന്നുമല്ല. അവർ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ അത് ഓരോന്ന് പറിച്ചെടുക്കണം. ചില്ലറന്നല്ല ഞാൻ മെനക്കെട്ടത് അതിന്മേ. എന്തായാലും ഈ ക്യൂട്ട് ഗേളുടെ ബർത്ത്ഡേക്കാണ് ഞാൻ ഈ സംഭവം റെഡിയാക്കിയത്. സംഭവം എന്തായാലും എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ ഉണ്ടാക്കുന്നത്. പറഞ്ഞു തരാൻ എന്താ എനിക്കറിയില്ല. പാത്രത്തിൻ്റെ ഉള്ളിൽ മിഠായിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടവർ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ചോക്ലേറ്റ് ടവർ. ഇങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ തെർമോക്കോൾ വെച്ചിട്ട് അതിന് ഒട്ടിക്കും. പരിപാടി സിമ്പിളായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വെക്കേഷനാണ്, സ്കൂൾ തുറക്കാനൊക്കെ ആയി. നെയിം സ്ലിപ്പിൻ്റെ പരിപാടികളൊക്കെ ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു പ്രൊമോഷനും കൂടിയാണ്, നിങ്ങൾ കൂട്ടിക്കോളി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത വർക്ക് കംപ്ലീറ്റ് ആയത്. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?